ഹായ്, ഞാൻ അലീന. ഞാൻ ഹോളിമാത അക്കാദമിയിലെ സ്റ്റുഡൻ്റാണ്. ഞാനിപ്പോൾ ഹാർബർ എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ ചെല്ലാനത്ത് ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് 3 ആയിട്ട് വർക്ക് ചെയ്യുവാണ്. ഞാനൊരു 3 വർഷത്തോളമായി ഹോളിമാതയിൽ ജോയിൻ ചെയ്തിട്ട് 2022 ബി.ടെക് പാസ് ഔട്ടാണ്. ബി.ടെക്കിൽ പഠിക്കുമ്പോൾ അറിയാമായിരുന്നു ഷിൻഡോ സാറിനെ പറ്റിയും ഹോളിമാതയെ പറ്റിയും. കാരണം ചേച്ചി ഷിൻഡോ സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പാസ് ഔട്ടായ ടൈമിലാണ് ചേച്ചി സർവീസിൽ കയറുന്നത്. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്നെക്കൊണ്ട് PSC എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പാസ് ഔട്ടായതിന് ശേഷം ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് എല്ലാവരും ചേച്ചിയും വീട്ടിലെല്ലാവരും അഭിപ്രായം പറഞ്ഞത് PSC ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഷിൻഡോ സാറിനെ കോൺടാക്ട് ചെയ്യുന്നത്. സാറിനെ കോൺടാക്ട് ചെയ്തപ്പോൾ സാർ ആദ്യം പറഞ്ഞത് കണ്ടിന്യൂസ് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഇത് നിന്നാൽ മതി എന്നായിരുന്നു. അങ്ങനെ നോക്കാം, രണ്ടും കൂടെ ജോലിയും പ്ലസ് പഠിത്തം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ള രീതിക്ക് ഓൺലൈനായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇപ്പോൾ 7 to 9 ആയിരുന്നു ക്ലാസ്. അഞ്ജിത മിസ്സിൻ്റെയും ക്ലാസ് ആയിരുന്നു. അപ്പം പക്ഷേ എനിക്ക് രണ്ടും കൂടെ പറ്റുന്നുണ്ടായില്ല. രണ്ടും കൂടെ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു, പഠിത്തം പ്ലസ് ജോലി. അങ്ങനെ ഒരു 2022 ഡിസംബർ ആയപ്പോഴത്തേക്കും, ഡിസംബർ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഇത് PWD തേർഡ് ഗ്രേഡ് എക്സാംസ് അനൗൺസ് ചെയ്തു. അപ്പോൾ സാറ് പറഞ്ഞിരുന്നു ചെറിയ ജോലികളൊക്കെ ഉള്ളവർ അത് ഡ്രോപ്പ് ചെയ്തിട്ട് PSC തന്നെ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അങ്ങനെ ഒന്ന് നോക്കി നോക്കാം നല്ല രീതിക്ക്. ജോലി ഡ്രോപ്പ് ചെയ്തിട്ട് ഫുൾ കംപ്ലീറ്റ് PSC തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഒരു ഓൺലൈൻ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്. അത് എനിക്ക് നല്ലൊരു എഫക്റ്റീവ് മെത്തേഡായിരുന്നു കമ്പൈൻ സ്റ്റഡി. അതിൽ കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു, ഷാമില ചേച്ചി, ഗീത ചേച്ചി, മുഗീന ചേച്ചി, ഫാത്തിമ ചേച്ചി. അപ്പോൾ അവരുടെ ഒപ്പം ഇരുന്ന് പഠിക്കുക എന്നുള്ളത് എനിക്കൊരു ഇൻസ്പിറേഷനായിരുന്നു. അവർ ടൈം കണ്ടെത്തി പഠിക്കുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരുന്നു. അപ്പോൾ 7 to 9 സാധാരണ സാറിൻ്റെ ക്ലാസ്, മിസ്സുമാരുടെ ക്ലാസ് ഉണ്ടാവും. ബാക്കിയുള്ള ടൈം ഞാൻ അവരുടെ ഒപ്പം ഇരുന്ന് പഠിക്കുമായിരുന്നു. എനിക്കത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള മെത്തേഡായിരുന്നു. കാരണം ക്ലാസ് കണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് റിവൈസ് ചെയ്യുന്നതിനേലും എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ കമ്പൈൻ സ്റ്റഡി തന്നെയായിരുന്നു. ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനാണെങ്കിലും ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡിസ്കസ് ചെയ്യാനാണെങ്കിലും ഒക്കെ ചില ഈസി ട്രിക്കുകളും അതുപോലെ തന്നെ കോഡുകളൊക്കെ അവർ പറഞ്ഞു തരുമായിരുന്നു. എനിക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു കമ്പൈൻ സ്റ്റഡി. അങ്ങനെ PWD തേർഡ് ഗ്രേഡ് എക്സാംസ് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചത് കമ്പൈൻ സ്റ്റഡിയിലും. പിന്നെ സാറ് അതിനുശേഷം എക്സാമുകളും സബ് എഞ്ചിനീയർ എക്സാമുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഹയർ ലെവൽ സബ്ജക്റ്റുകൾ ക്ലാസ് കാണാനും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ സാർ പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ടാർഗറ്റ്സ് വെച്ച് അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് പോന്നിരുന്നു. പിന്നെ സൺഡേസിൽ എക്സാം ഉണ്ടായിരുന്നു. എക്സാംസ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. എക്സാംസ് എഴുതുമ്പോഴത്തേക്കും അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും മാർക്കൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, നമ്മളെ കൊണ്ടത് പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. പിന്നെ അതിനുശേഷം ഞായറാഴ്ചകളിൽ 7 മണിക്ക് സാറിൻ്റെ മോട്ടിവേഷൻ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി മോട്ടിവേറ്റ് ആവും. എക്സാംസിലുണ്ടായ ഒരു പേടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാറിൻ്റെ ക്ലാസ്സുകളിൽ നിന്ന്, സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്ന് അതൊക്കെ കുറയുമായിരുന്നു, ഒരു കോൺഫിഡൻസ് കൂടുമായിരുന്നു. അങ്ങനെ ഒരു PWD തേർഡ് ഗ്രേഡ് എക്സാംസ് അത്യാവശ്യം നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോഴത്തേക്കും എനിക്കും തോന്നി തുടങ്ങി കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ചാൽ കുറച്ചും കൂടി പറ്റും എന്നുള്ളൊരു ഇത് വന്നു തുടങ്ങി. അപ്പോഴത്തേക്കും ഈ ലോവർ സബ്ജക്റ്റുകളൊക്കെ ഒന്ന് കവർ ചെയ്യാനും പറ്റിയിരുന്നു. ഹയർ സബ്ജക്റ്റുകളിൽ ക്ലാസ് കണ്ട് നോട്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓഫ് സീസൺ ആയിരുന്നു വന്നേ. ഓഫ് സീസൺ ആയതുകൊണ്ട് എക്സാംസ് കുറവായിരുന്നു. അപ്പോഴാണ് സാറ് ആലുവയിൽ റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിവിഷൻ അത്യാവശ്യമാണെന്ന് സാർ എപ്പോഴും പറയാറുണ്ട്. എന്ന് വെച്ചാൽ ക്ലാസ്സുകൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിവിഷൻ വേണം, എന്നാലേ നമ്മൾ അതെപ്പോഴും ഓർത്തിരിക്കുകയുള്ളൂ. അങ്ങനെയാണ് ആലുവയിൽ റിവിഷൻ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോഴും അവിടെ രമ്യ മിസ് ആയിരുന്നു ആ ടൈമിൽ ഇൻചാർജ് ആലുവയിൽ. ഇപ്പോൾ ആലുവയിൽ വന്നപ്പോഴും നല്ലൊരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിന് എനിക്ക് കിട്ടിയായിരുന്നു. അഞ്ജന ചേച്ചി, അനുഷ, അഞ്ചു ചേച്ചി, അങ്ങനെ ഒരു ചെറിയ ഗ്രൂപ്പായിരുന്നു. പിന്നെ അത് വളർന്ന് വലിയൊരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ആവായിരുന്നു. അപ്പോൾ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പഠന രീതി എനിക്കതായിരുന്നു. പിന്നെ അത് ആ ടൈമിലായിരുന്നു നിമി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, ITIയുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ എക്സാമുകൾക്ക് വന്നു തുടങ്ങി. അപ്പോൾ സാറ് ITI ടെക്സ്റ്റ് ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഞ്ജിത മിസ്സും ഹസ്ന മിസ്സും ആയിരുന്നു ആ ക്ലാസ്സുകളൊക്കെ ചെയ്തിരുന്നത് വെച്ചാൽ. അപ്പോൾ ആ ടൈമിൽ നിമി ടെക്സ്റ്റ് ഒട്ടും പരിചിതമല്ലായിരുന്നു. അപ്പോൾ അത് നിമി ടെക്സ്റ്റ് കവർ ചെയ്യാൻ അവരുടെ ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ക്ലാസ്സുകളും അതുപോലെ തന്നെ വീക്ക്ലി പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെസ്റ്റുകൾ ഇടുമായിരുന്നു. അങ്ങനെയൊക്കെ നിമി ടെക്സ്റ്റ് അത്യാവശ്യം കവർ ചെയ്യാൻ ഹസ്ന മിസ്സും അഞ്ജിത മിസ്സും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ക്ലാസ്സുകൾ ഒരുപാട് യൂസ്ഫുള്ളായിരുന്നു. അങ്ങനെ അതുകൂടാതെ കമ്പൈൻ സ്റ്റഡിയിലും നമ്മൾ ITI ബുക്കുകൾ കവർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ITI ലെവൽ എക്സാമുകൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാൻ അതുകൊണ്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഉണ്ടായ എക്സാമുകൾ വേക്കൻസി കുറവുള്ള വർക്ക് സൂപ്രണ്ടൻ്റ് എക്സാമുകളും ട്രേസർ എക്സാമുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കവർ ഇരുന്നതുകൊണ്ട് ആ എക്സാംസൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു.
എന്താ പറയുക, ചില ലിസ്റ്റുകളിൽ സപ്ലിമെൻ്ററിയിലൊക്കെ വരാൻ സാധിച്ചായിരുന്നു, ITA ബുക്ക് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചുകൊണ്ട്. അങ്ങനെ അതിനുശേഷം അതിൻ്റെ ഒപ്പം തന്നെ PYQs സാറ് തരുമായിരുന്നു. PYQs ഗ്രൂപ്പിൽ PYQ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും അത് കൂടാതെ അതിൻ്റെ ഒരു വോയിസും കൂടി, റെക്കോർഡ് വോയിസും കൂടി തരുമായിരുന്നു. അപ്പോൾ അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡായിരുന്നു. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെയാണെങ്കിലും ആ ക്വസ്റ്റ്യൻ PYQൻ്റെ ഓഡിയോ കേട്ട് അത് കൂടുതൽ ഇങ്ങനെ കേട്ട് ക്വസ്റ്റ്യൻസ് കൂടുതൽ സിമിലർ ആവാൻ, നമ്മളായിട്ട് ഫെമിലിയർ ആവാനൊക്കെ ഒരു ഹെൽപ്ഫുള്ളായിരുന്നു PYQ ഓഡിയോ. പിന്നെ അത് കൂടാതെ അതിൻ്റെ PYQs എക്സാമായിട്ട് അറ്റൻഡ് ചെയ്യാനും സാർ പറയുമായിരുന്നു. അത് OMRൽ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. നമ്മൾ എക്സാം ഹോളിലിരുന്ന് OMRൽ ചെയ്യുമ്പോൾ വരുത്തുന്ന തെറ്റുകളൊക്കെ ഈ PYQs നമ്മൾ OMRൽ ചെയ്യുമ്പോൾ, PYQs മാത്രമല്ല എക്സാമുകൾസ്, സൺഡേ എക്സാമുകളൊക്കെ, സാറിൻ്റെ എക്സാമുകളൊക്കെ OMRൽ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ആ ഒരു അവിടെ വന്ന തെറ്റുകളൊക്കെ നമുക്ക് തിരുത്താൻ പറ്റുമായിരുന്നു PYQs OMRൽ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും. PYQs ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് PYQs മെയിൻ എക്സാമുകൾക്ക് വരും. അപ്പോൾ PYQ ആയിട്ട് തന്നെ ക്വസ്റ്റ്യനുകൾ അത് തെറ്റിക്കാതെ എഴുതുക എന്ന് പറയുമ്പം നമുക്കതൊരു സേഫ് ആയിട്ടുള്ളൊരു പോർഷനാണല്ലോ. അപ്പോൾ PYQs നമുക്ക് ഒരുപാട് സാർ ഇട്ട് തരുമായിരുന്നു. ഇപ്പോൾ വീക്കിലി 1-2 ആയിരുന്നു. പിന്നെ എക്സാം 2025 എക്സാം സീസൺ ആയപ്പോഴത്തേക്കും, എക്സാമുകളൊക്കെ അടുത്ത് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഡെയിലിയൊക്കെ ഉണ്ടായിരുന്നു PYQs. അത് ചെയ്ത PYQs തന്നെ റിപ്പീറ്റ് ചെയ്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ അതുപോലെ തന്നെ അത് തെറ്റിയത് എഴുതി വെച്ച് പഠിക്കലും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് PYQ ആയിട്ട് തന്നെ ക്വസ്റ്റ്യനുകൾ മിസ്സാവാതെ തന്നെ കറക്റ്റ് ആക്കാൻ വേണ്ടി അത് സഹായിച്ചായിരുന്നു. അങ്ങനെ 2025 സീസൺ വന്നപ്പോഴത്തേക്കും പഠിത്തം കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടി സാറ് ചാലക്കുടിയിൽ ഹോസ്റ്റൽ ഏർപ്പെടുത്തിയായിരുന്നു. അങ്ങനെ അവിടെ പോയി നിന്ന് പഠിച്ചായിരുന്നു. അത് വേറൊരു ഫേസ് പഠിത്തമായിരുന്നു. ഫുൾ കംപ്ലീറ്റ് നമ്മൾ ഡേ ഫുൾ പഠിത്തത്തിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും ചുറ്റും എല്ലാവരും എല്ലാവർക്കും ഒരേ ഇങ്ങനെ ഫുൾ ടൈം പഠിത്തം കാണുമ്പോഴത്തേക്കും നമ്മൾ ചുറ്റും എല്ലാവരും പഠിക്കണം കാണുമ്പോഴത്തേക്കും ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി, പഠിക്കും എന്നുള്ള രീതിക്ക്. അപ്പോൾ ഒരു 3 മാസത്തോളം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ടൈം പഠിക്കാൻ പറ്റി. ഹോസ്റ്റലിൽ നിന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി ടൈം അതിനുവേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയായിരുന്നു. അങ്ങനെ തന്നെ കുറച്ചും കൂടി കവർ ചെയ്യാനും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചത് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ സീസൺ എക്സാമുകളിൽ, ഓവർസിയർ എക്സാമുകളിൽ ലിസ്റ്റിൽ വരാൻ സാധിച്ചായിരുന്നു. അങ്ങനെ അത്യാവശ്യം പഠിച്ചുകൊണ്ട് എൻ്റെ മെയിൻ മെത്തേഡ്, എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് കമ്പൈൻ സ്റ്റഡി തന്നെയായിരുന്നു. ഒരു 90% എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് കമ്പൈൻ സ്റ്റഡിയിലുള്ള ഒരു പഠിത്തമായിരുന്നു. അപ്പോൾ കമ്പൈൻ സ്റ്റഡിയിൽ എനിക്ക് കുറേയൊക്കെ കവർ ചെയ്യാനും അതുപോലെ കുറച്ചും കൂടി ഈസി മെത്തേഡുകളൊക്കെ പറഞ്ഞു തരാനൊക്കെ ആയിട്ട് ഒരുപാട് എല്ലാവരും ഉണ്ടായതുകൊണ്ട് അവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതായിരുന്നു എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു താങ്ക് യു പറയാൻ വേണ്ടി ഞാൻ ഇത് യൂസ് ചെയ്യുവാണ്. എല്ലാ ചേച്ചിമാർക്കും അതൊരു ആ ടൈമിൽ കൂടെ ഉണ്ടായ എല്ലാവരും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ സാറും ഷിൻഡോ സാറും സാറിൻ്റെ മോട്ടിവേഷനാണ് നമ്മൾ ഒരു ലോ ലെവലിൽ നിന്ന് വീണ്ടും തിരിച്ച് പഠിക്കാമെന്നുള്ള ഇതിലോട്ട് എത്തിക്കണത്. സാറിൻ്റെ ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അപ്പോൾ അതും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ ഫാമിലി ഇത്ര നാൾ ഇതിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ അവരുടെ ഒരു വലിയൊരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ PSCയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കൺസിസ്റ്റൻസി തന്നെയാണ്. ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലും തിരിച്ചതിലോട്ട് വരണം എന്നുള്ളൊരു നമുക്കൊരു തോന്നൽ വേണമല്ലോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നാലും തിരിച്ച് പഠിത്തത്തിലോട്ട് തന്നെ വരണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ. അതുപോലെ തന്നെ റിവിഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അത് നന്നായിട്ട് റിവൈസ് ചെയ്താലേ നമുക്കതെപ്പോഴും ഓർത്തിരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം അതുവരെ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 1 ഇയർ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വന്ന് തുടങ്ങും, നമ്മളെക്കൊണ്ട് ഇത് പറ്റും. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, നമുക്ക് പറ്റുമോ എന്ന്. പക്ഷേ ഒരു 1 ഇയർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വരും. പിന്നെ ഓരോ എക്സാംസും ഓരോ ഇതാണ്, ഓരോ ആൾക്കാർക്കും ഓരോ രീതിയായിരിക്കും. അപ്പോൾ ഒരു എക്സാം നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് വിട്ട് കളയരുത്. ഒരു എക്സാം പോലെ ആയിരിക്കില്ല അടുത്ത എക്സാം. അപ്പോൾ നമ്മൾക്കായിട്ട് വേണ്ടിയുള്ളൊരു സാറ് പറയുന്നവരെ നമുക്ക് വേണ്ടിയുള്ളൊരു എക്സാം വരും. അപ്പം അതുപോലെ നമ്മൾ ഇതിന് വേണ്ടി തന്നെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു എക്സാം പോയി എന്ന് പറഞ്ഞ് ബാക്കി എല്ലാ എക്സാമും നമ്മൾ കളയരുത്. വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും.
അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അതുവരെ ഇതുവരെ എൻ്റെ ഒപ്പം ഉണ്ടായ എല്ലാവർക്കും എനിക്ക് വലിയൊരു താങ്ക്സ് ഞാൻ പറയുവാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.